രണ്ടാമത്തെ ശ്ലോകം. സഞ്ജയ ഉവാച പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാവചനമബ്രവീൽ. സഞ്ജയൻ പറയാണ്, ധൃതരാഷ്ട്രൻ ചോദിച്ചു, എന്താണ് യുദ്ധകളത്തിന് നടക്കുന്നത്? എന്റെ കൂട്ടരും പാണ്ഡവരും എന്താണ് ചെയ്തത്? ഈ സഞ്ജയൻ അതിന് മറുപടി പറയാൻ തുടങ്ങുകയാണ്. ഭഗവത്ഗീത ഇവിടുന്നും തുടങ്ങുന്നില്ല. ശരിക്കും ഭഗവാൻ ഗീത ഉപദേശിക്കുന്നത്, ആ ഗീത ഭഗവാൻ ഉപദേശിക്കാൻ തുടങ്ങുന്നത് അടുത്ത അധ്യായത്തിലാണ്, രണ്ടാമത്തെ അധ്യായത്തിലാണ്. ആ രണ്ടാമത്തെ അധ്യായത്തിൽ 11ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഭഗവാൻ ഉവാച. ഇതിപ്പോ ധൃതരാഷ്ട്ര ഉവാച, സഞ്ജയൻ ഉവാച. ധൃതരാഷ്ട്ര പറഞ്ഞു, സഞ്ജയൻ പറഞ്ഞു. ഭഗവാൻ പറയാൻ തുടങ്ങിയിട്ടില്ല. ഭഗവാൻ പറയാൻ തുടങ്ങുന്നത് അടുത്ത അധ്യായത്തിൽ 11ാമത്തെ ശ്ലോകം മുതൽക്കാണ്. അപ്പൊ സഞ്ജയൻ അതിന് മറുപടി പറയുന്നതാണ്, ദൃഷ്ട്വാദു പാണ്ഡവാനീകം. ആ പാണ്ഡവന്മാരുടെ ആ സേന സൈന്യത്തെ കണ്ടിട്ട്, ദൃഷ്ട്വാദു പാണ്ഡവാനീകം, പാണ്ഡവന്മാരുടെ ആ സൈന്യശേഖരത്തെ കണ്ട്, വ്യൂഢം ദുര്യോധനസ്തദ, വ്യൂഢം ചമച്ചതായ അക്ഷൗഹിണി സേന വ്യൂഢമായിട്ട്, വ്യൂഢം എന്ന് പറഞ്ഞാൽ ഈ അക്ഷൗഹിണി എങ്ങനെയാണ്, അങ്ങനെ നിരയായിട്ടാണ് ആ സൈന്യങ്ങളെ നിർത്തുന്നത്. എല്ലാം ഉണ്ടാവുകയില്ല, ചതുർവ്യൂഹാണ്. എന്താണ്? ചതുരംഗ സേന, ആന, കുതിര, തേര്, കാലാൾ, അങ്ങനെയുള്ള പടകളാണ്. ആ മുൻനിര നശിച്ചാൽ തന്നെ പിന്നിരുന്ന് ആൾക്കാർ മുന്നിലേക്ക് വരാവുന്ന ഒരു പ്രത്യേക തരത്തിലാണ് ആ വ്യൂഹം. വ്യൂഹം എന്നാണ് അതിന് പറയാൻ. അങ്ങനെ അണിനിരത്തിക്കൊണ്ടാണ് ഈ യുദ്ധം. അങ്ങനെ ആ അണിനിരത്തിലുള്ള യുദ്ധത്തിനെ, ആ യുദ്ധകളത്തിലെ പാണ്ഡവ സൈന്യത്തെ നിരീക്ഷിക്കുകയാണ് ദുര്യോധനൻ. ദൃഷ്ട്വാദു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യം ഉപസംഗമ്യ രാജാവചനമബ്രവീൽ. ആചാര്യനെ ഗമിച്ചുകൊണ്ട്, ആരാണ് അവിടെ ആചാര്യൻ? എല്ലാവരും ഉണ്ട് അവിടെ. ഭീഷ്മനുണ്ട്, ദ്രോണരുണ്ട്, അല്ലേ? മഹായോഗ്യന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ കൗരവപക്ഷത്തുണ്ട്. അതിൽ ആചാര്യനെയാണ് ആദ്യം പോയിട്ട് കാണുന്നത് ദുര്യോധനൻ. ആരാണ് ആചാര്യൻ? ദ്രോണാചാര്യൻ. ദ്രോണാചാര്യര് പാണ്ഡവന്മാരുടെയും കൗരവന്മാരുടെയും എല്ലാം ഗുരുവായിട്ടുള്ള ആളാണ്. അസ്ത്രശസ്ത്രങ്ങളിൽ ഒരുപോലെ നിപുണനാണ്. അസ്ത്രപ്രയോഗം, ശസ്ത്രപ്രയോഗം രണ്ടുണ്ട് ഈ ആയുധാഭ്യാസത്തിന്. അസ്ത്രം എന്ന് പറഞ്ഞാൽ, ശസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുധങ്ങളാണ്. ആയുധങ്ങള് പലതരത്തിലുള്ള ആയുധങ്ങളുണ്ട്. 7 ആയുധങ്ങൾക്കാണ് പ്രാധാന്യമുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ആയുധം ഏതാണ്? അമ്പും വില്ലുമാണ്. അതാണ് ഏറ്റവും പൂജ്യമായിരിക്കുന്ന ആയുധം. പൂജ്യത്തെ വട്ടപൂജ്യല്ല, പൂജനീയം ആണ് പൂജ്യം. പൂജിക്കപ്പെടുവാൻ യോഗ്യമായിട്ടുള്ളത് അതാണ് പൂജ്യം. നമ്മൾ ഈ 0 എന്ന് പറയാൻ പറ്റി, അതെന്താ? ഇത് പൂജ്യമാണോ? 0 കണക്കിലൊക്കെ പഠിക്കാറില്ലേ? 0 പൂജ്യമല്ല, അല്ലേ? അല്ല, 0 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ശൂന്യാണ്. പൂജ്യം എന്ന് പറഞ്ഞാൽ പൂജനീയമാണ്, പൂർണ്ണമാണ്. പൂർണ്ണമാണ്. അതാണ് ഈ രണ്ടിതിന്റെ വ്യത്യാസം. വേദിക് മാത്തമാറ്റിക്സ്, വൈദികമായിട്ടുള്ള കണക്കുണ്ട്. ആ കണക്കിൽ അടിസ്ഥാനമായിരിക്കുന്ന സംഖ്യ 0. 0 പൂർണ്ണമാണ്. അതാ കാരണം. അതൊന്ന് മുകളിലേക്കും താഴേക്കും എങ്ങനെ വനച്ചാൽ പോവാം. അത് പോയി കഴിഞ്ഞാൽ അത് എവിടേക്കാണ് പോകണം? അനന്തതയിലേക്ക്. 0 മുകളിലേക്ക് പോയാൽ എത്ര വനച്ചാൽ പോകാം? കോടാനുകോടി. എത്ര കോടി? പിന്നും കോടി, അല്ലേ? അങ്ങനെ പോയിക്കൊണ്ട് അതിന് അവസാനമില്ല. താഴേക്ക് പോയി കഴിഞ്ഞാൽ 0 എത്ര വനച്ചാൽ താഴേക്കും പോവാം, അതിനും അവസാനമില്ല. മുകളിലേക്ക് പോകുന്ന അതേപോലെ തന്നെയാണ് താഴേക്ക്. അവസാനമില്ലാത്തതാണ് അത് സംഖ്യ എന്നുള്ളത്. സംഖ്യ എന്നുള്ള വാക്കിനാണ് അസംഖ്യേയം. സംഖ്യമായിട്ട് ധ്യാനം ചെയ്യാൻ പറ്റാത്തതാണ്, പറയാൻ പറ്റാത്തത്. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പൂജ്യമല്ല, പൂർണ്ണം. പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശേഷേ.
ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. പൂർണ്ണത്തിൽ കൂടെ പൂർണ്ണം ചേരുമ്പോൾ അത് പൂർണ്ണമായിട്ട് ഭവിക്കുന്നു. പൂജ്യം പൂജ്യം കൂടി കൂട്ടി എത്രയാണ്? 2. പൂജ്യം തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ അത് കൂട്ടണല്ലേ? പൂജ്യത്തിൽ നിന്ന് പൂജ്യം കിഴിച്ചാല് പൂജ്യം, പെരുക്കി കഴിഞ്ഞാലും പൂജ്യം, ഹരിച്ചാലും പൂജ്യം, എങ്ങനെയായാലും പൂജ്യമാണ്. പൂജ്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമാണ്. പൂർണ്ണത്തിന് പൂർണ്ണെടുത്തുന്നത് കുറച്ചിട്ട് പോരല്ല. പൂർണ്ണം അവിടെ നിന്നിട്ട് പൂർണ്ണം വേറെ രൂപത്തിൽ ഇങ്ങനെ പോരാണ് മാറും. അതാണ് ഭഗവാന്റെ കൽപ്പന. അഹം ബഹുശ്യാം പ്രജായേയ, ഞാൻ അനവധിയായിട്ട് സൃഷ്ടിക്കപ്പെടട്ടെ എന്നായിട്ടൊരു കൽപ്പന. ഇച്ഛ, ഈശ്വരേച്ഛയാണത്. ഞാൻ അനവധിയായിട്ടുണ്ടാവട്ടെ. അഹം ബഹുശ്യാം പ്രജായേയ, ഞാൻ ബഹുവായിട്ടുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് വരികയാണ്. ആ ബഹുവായിട്ടുണ്ടാവുമ്പോ ഓരോ ജീവനും പൂർണ്ണമാണ്. അതുകൊണ്ട് ഈശ്വരൻ നശിക്കുന്നുമില്ല. ഈശ്വരൻ അവിടെ നിന്നുകൊണ്ട് ഈശ്വരൻ അതുപോലെ തന്നെ ഉണ്ട്. ഈശ്വരൻ അനവധിയായിട്ട് ഒരു രൂപാന്തരം പ്രാപിക്കുന്നത് മാത്രമാണ്. ഈശ്വരന്റെ ഭാവത്തിന് യാതൊരു ദോഷവും അവർക്ക് വരുന്നില്ല. കാരണം പൂജ്യത്തിൽ നിന്ന് പൂജ്യം എടുത്താൽ പൂജ്യം തന്നെയാണ് അവശേഷിക്കുക. ഈ പൂജ്യമൊക്കെ കൂടി പൂജ്യത്തിലേക്ക് പൂജ്യം അതിന് വരും ചെയ്യും. പോയിക്കൊണ്ട് വന്നിട്ട് ഇരിക്കും. പൂർണ്ണമേവ അവശേഷിക്കും. ഓരോ വേദാന്തത്തിനും വളരെ വളരെ വലിയ തത്വങ്ങളാണ്. അതിന്റെ വാക്യാർത്ഥങ്ങൾ മാത്രമല്ല, അതിൽ നിഗൂഢമായിരിക്കുന്ന പല അർത്ഥങ്ങളും അതിനുണ്ട്. അങ്ങനെ ദൃഷ്ടാതു പാണ്ഡവാനീകം, ആ പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് വ്യൂഢം ദുര്യോധനസ്പദ, അപ്പോൾ ആ ദുര്യോധനൻ ആ ചതുർവ്യൂഹമായിരിക്കുന്ന ആ പാണ്ഡവ സൈന്യത്തെ നോക്കി. ആചാര്യം ഉപസംഗമ്യ, ആചാര്യനായിരിക്കുന്ന ദ്രോണാചാര്യര്, ആ ദ്രോണാചാര്യരെ കണ്ട് രാജാവചനമബ്രവീൽ, ആ ദുര്യോധനൻ ഇപ്രകാരം പറയുകയാണ് ദ്രോണാചാര്യരുടെ അടുത്ത്. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതിം ചമു വ്യൂഢം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. ഒരു ഭാവം തന്നെയല്ല വാത്സല്യ. തവ ശിഷ്യേണ ധീമതാ എന്ന് പറയുമ്പോഴേ ആ ധാർഷ്ട്യം ദ്രോണാചാര്യർ പറയുമ്പോഴും ദുര്യോധന് ആ ധാർഷ്ട്യം അവിടെ നിലനിൽക്കുന്നുണ്ടെന്നർത്ഥം. എന്താണ്? പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതിം ചമും, മഹത്തായിരിക്കുന്ന ഈ സൈന്യത്തിനെ, സൈന്യശേഖരത്തിനെ കണ്ടാലും ഈ പാണ്ഡുപുത്രന്മാരുടെ എന്നായിട്ട് ദ്രോണാചാര്യരുടെ അടുത്ത് ദുര്യോധനൻ പറയാണ്, കാണിച്ചു കൊടുക്കുകയാണ് എതിരാളികളുടെ സൈന്യശേഖരത്തിന്, ശത്രുക്കളെ അവരുടെ ബലം എന്താണ് എന്നായിട്ട് ദുര്യോധനൻ വീക്ഷിച്ചുകൊണ്ട് ആ ദുര്യോധനൻ ആചാര്യനായിരിക്കുന്ന ദ്രോണനോട് പറയുന്നു, വ്യൂഢം ദ്രുപദപുത്രേണ അവശിഷ്യേണ ധീമതാ. വ്യൂഢം ദ്രുപദപുത്രേണ, ദ്രുപദപുത്രന് ആരാ? ഈ ദ്രുപദപുത്രൻ അദ്ദേഹമാണ് ഈ സേനയെ നയിക്കുന്നത്. പാണ്ഡവന്മാരുടെ സേനയെ നയിക്കുന്നതായ ധൃഷ്ടദ്യുമ്നൻ. പേര് പറയാൻ പറ്റുമോ? അല്ല പറ്റോ? കൃഷ്ണനല്ലേ, നാവും വലിയ കൂട്ടിക്കടിക്കണ്ടേ. ധൃഷ്ടദ്യുമ്നൻ എന്നാണ് പറയണ്ടേ. ധൃഷ്ടദ്യുമ്നനാണ് ദ്രുപദപുത്രനായിരിക്കുന്ന ധൃഷ്ടദ്യുമ്നൻ. ആരാണ് ഈ ധൃഷ്ടദ്യുമ്നൻ? ഈ സൈന്യശേഖരത്തെ മുഴുവൻ നയിക്കുന്നതായിട്ടുള്ള ആളാണ് വണ്ടുപക്ഷം. ദ്രുപദപുത്രേണ, ദ്രുപദന്റെ പുത്രനാണ്. ദ്രുപദൻ ദ്രൗപദിയുടെ അച്ഛനാണ് ദ്രുപദൻ. ആ ദ്രുപദനും ദ്രോണരും ദ്രുപദനും പണ്ടേ ശത്രുക്കളാണ്. ആദ്യം മിത്രങ്ങളായിരുന്നു, പിന്നെ ശത്രുക്കളായതാണ്. ദ്രോണാചാര്യരും ദ്രുപദനും രണ്ടുപേരും സതീർത്ഥ്യന്മാരാണ്. ഒരേ ഗുരുകുലത്തിൽ അഭ്യസിച്ച ആൾക്കാരാണ്. വലിയ സുഹൃത്തുക്കളായിരുന്നു. ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ദ്രുപദൻ ദ്രോണാചാര്യർക്ക് അബദ്ധവശാൽ ഒരു വാഗ്ദാനം ചെയ്തു. ഞാൻ രാജാവായി കഴിഞ്ഞാൽ എൻ്റെ രാജ്യത്തിന്റെ പകുതി തരാമെന്ന് പറഞ്ഞു. ദ്രോണാചാര്യർ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നു. ദ്രോണാചാര്യർക്ക് എന്തിനാ രാജ്യം എന്നറിയില്ല. അദ്ദേഹം ബ്രാഹ്മണനാണ്. ഇദ്ദേഹം രാജാവായി കഴിഞ്ഞു. ദ്രുപദൻ രാജാവായി കഴിഞ്ഞപ്പോ
ദ്രോണാചാര്യര് പകുതി രാജ്യത്തിനെ അവകാശപ്പെടുകയാണ്. അവകാശപ്പെട്ട പത്രം കൊടുത്തില്ല. കൊടുക്കാതിരുന്നപ്പോഴാണ് അങ്ങനെ അദ്ദേഹം പോന്നു. ആ ഒരു നാണക്കളുണ്ട് അവിടുന്ന് പോന്ന് പിന്നെയാണ് ഹസ്തിനപുരത്തിൽ വന്നിട്ട് പാണ്ഡവന്മാരെയും കൗരവന്മാരെയൊക്കെ അസ്ത്രാഭ്യാസം പഠിപ്പിച്ച് ഇതിന് പകരം വീട്ടാൻ വേണ്ടി അർജുനെ ഉപയോഗിക്കുകയാണ്. പിന്നെ വില്ലാളികളിൽ അർജുനാണല്ലോ. അർജുനെ കൂട്ടുപിടിച്ച് അർജുനെ കൊണ്ട് ധ്രുവനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് കാരാഗ്രഹത്തിലിട്ട് പകുതി സ്ഥലം വാങ്ങിക്കും. അങ്ങനെ വിടുക. ഇതിന് പകരം ചോദിക്കാൻ കണക്കാക്കിയിട്ട് കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പകുതി രാജ്യം എടുത്തതിന് ശേഷം കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കും. മോചിപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ ദ്രുപദൻ പകരം വീട്ടാൻ വേണ്ടിയിട്ട് 2 മക്കളുണ്ടാവാൻ പ്രാർത്ഥിച്ച് യജ്ഞം ചെയ്യണം. ആ യജ്ഞത്തില് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്? ദ്രോണാചാര്യനെ കൊല്ലാനുള്ളതായ ഒരു പുത്രൻ എനിക്കുണ്ടാവണം. അതിനുവേണ്ടി ഉള്ള ജന്മാണ് ദൃഷ്ടദ്യുമ്നന്റെ. ദ്രൗപദി മകളായിട്ട് അതിനുവേണ്ടി ജനിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ ഗുരുനാഥനും ദൃഷ്ടദ്യുമ്നന്റെ ഗുരുനാഥനായ ദ്രോണാചാര്യൻ തന്നെയാണ്. ദ്രോണാചാര്യൻ അറിഞ്ഞുകൊണ്ടാണ് ഓരോരുത്തർ ചെയ്ത പാപത്തിന്റെ അവരറിയുന്നുണ്ട്. അവരറിഞ്ഞുകൊണ്ടത് കേൾക്കാൻ, ആ പാപത്തിന്റെ ഫലം അനുഭവിക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് എല്ലാവരും. എന്തിനാ ഭീഷ്മ പിതാമഹൻ ശരശയ്യകളുണ്ടോ ഒക്കെ അതിനു വേണ്ടിയിട്ടല്ല. അവർക്കറിയാം എന്താ സംഭവിക്കാൻ പോകണം. ആ ദൃഷ്ടദ്യുമ്നനാണ് ഇവിടെ തേരാളിയായിട്ടിരിക്കുന്നത്. അല്ല, തേരാളിയല്ല, ഈ സൈന്യത്തിനെ നയിക്കുന്നത്. തവശിഷ്യേന ധീമത, ധീമാനായിരിക്കുന്ന അങ്ങയുടെ ശിഷ്യൻ, ദ്രോണാചാര്യരെ ശിഷ്യനായിരിക്കുന്ന ആ ദൃഷ്ടദ്യുമ്നനായി നയിക്കപ്പെട്ട സേനാബലത്തെ കണ്ടാലും തവശിഷ്യേന ധീമത, അവിടെയാണ് അതിന്റെ ഉറപ്പ്. അങ്ങയുടെ ശിഷ്യനായിരിക്കുന്ന ബുദ്ധിമാനായിരിക്കുന്ന ഈ ദ്രുപദപുത്രൻ. അപ്പൊ ഒന്നിങ്ങനെ കൊട്ടിയിട്ടാ പറയുന്നത് അങ്ങയുടെ ശിഷ്യൻ എന്നുള്ള വാക്ക്. അങ്ങനെ ഇത് ഉണ്ടാക്കി തീർക്കുമെന്ന്, ഇങ്ങനെയുള്ള ശിഷ്യന്മാരെ ഉണ്ടാക്കിയിട്ട് നമുക്കെതിരായിട്ട് തന്നെ യുദ്ധം ചെയ്യാനുള്ള ശിഷ്യന്മാരെ ഉണ്ടാക്കി എന്നുള്ള ഒരു സൂചന ആ ദുര്യോധന്റെ വാക്കില് ധ്വനിക്കുന്നു. അതാണ് അതിന്റെ ധ്വനി. ദുര്യോധന സൈന്യബലത്തിനെ മാത്രമേ നോക്കുന്നുള്ളൂ. ഇവിടെ വന്നിട്ട് വ്യൂഢം നോക്കുകയാണ്. ആദ്യം വന്നിട്ട് അർജുനൻ ബുദ്ധിപൂർവം ഭഗവാനെ കൂടെ കൊണ്ട് നടക്കുകയാണ്. പള്ളി എവിടെയാണ് കൃഷ്ണനുള്ളത് അവിടെ തോൽവിയില്ല. പക്ഷെ ഭഗവാൻ പരീക്ഷിക്കും പലപ്പോഴും. ഭഗവാൻ അങ്ങനെ കുറച്ചൊന്ന് അഹങ്കാരത്തിന്റെ ഒരു ശങ്ക കണ്ടു കഴിഞ്ഞാൽ ഭഗവാൻ ഒന്നൊരു വെരിവരിക്കും, അതിലൊരു വിഴുത്താഴി. സന്താനഗോപാലത്തിൽ എന്തുണ്ടായില്ല, ബ്രാഹ്മണന്റെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് അർജുനനെ വില്ല് കൊടുത്തിട്ട് അവിടെ നിർത്തി. അർജുന് വലിയൊരു ധാർഷ്ട്യം, ആരായി കെട്ടുകൊണ്ടുപോകണം, ഞാൻ നോക്കിക്കോളാം എന്നുള്ള ആ ധാർഷ്ട്യത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ്. വില്ലും പിടിച്ചിട്ട് പ്രസവിച്ചു കഴിഞ്ഞ് കുട്ടിയെന്നെ കാണാൻ നേരെ സ്വർഗത്തേക്ക് പോയി. അതൊക്കെ ഭഗവാന്റെ പരീക്ഷയാണ്. അവിടെ അഹങ്കാരം വരാൻ പാടില്ല. അഹങ്കാരത്തിനെ മാറ്റിവെച്ചാൽ എല്ലാവരുടെ ഉള്ളിലുള്ളതാണ് അഹങ്കാരം, ഞാൻ എന്നുള്ള ഭാവം. നമ്മളൊക്കെ ഞാൻ എന്നുള്ള ഭാവത്തോട് കൂടിയിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ, അല്ലെ? ആ ഞാൻ എന്നുള്ള ഭാവത്തിനെ മാറ്റിവെച്ചുകൊണ്ടുള്ള അത് കൂടാൻ പാടില്ല ഒരിക്കലും. എല്ലാവർക്കും ഉണ്ടാവും അത്, ആ ഭാവം. അത് വർദ്ധിക്കാൻ പാടില്ല. അതാണ് ഗരുഡന് പറ്റിയത്. ഗരുഡവാഹനായിട്ടാണല്ലോ വിഷ്ണു. ഗരുഡൻ വൈനതേയൻ അദ്ദേഹം മഹാധാർഷ്ട്യത്തോട് കൂടിയിട്ട് പാലാഴിമതിനം സമയത്ത് വാസുകിയെ കയറാക്കിയിട്ട് മന്ദരപർവ്വതത്തെ കൊണ്ടുവന്ന് വാസുകിയെ കയറാക്കിയിട്ടാണ് ഈ ദേവാസുരന്മാര് പാലാഴി കടയുന്നത്. ആ കടയാൻ വേണ്ടി വാസുകിയെ കൊണ്ടുവരാൻ പറയാണ്. പാതാള ലോകത്ത് പോയിട്ട് വാസുകിയെ കൊണ്ട് വരാൻ പറയും ഭഗവാൻ. അത് പറയുന്നതിന് മുമ്പ് വലിയ ധാർഷ്ട്യത്തോടു കൂടി കണ്ട് പറക്കുകയാണ് ഗരുഡൻ. വൈനതേയൻ
അങ്ങനെ പോയി പാതാളത്തിൽ പോയി വാസുകി അവിടെ കണ്ടു, ചെറിയൊരു സർപ്പം അവിടെ കിടക്കുന്നു. ആ സർപ്പത്തിന് നടുക്ക് പോയിട്ടാണ് കൊത്തിയിട്ട് അങ്ങനെ പറന്നു ആകാശത്തേക്ക്. പറന്ന് എത്ര പറന്നു കഴിഞ്ഞാലും വാലും തരുന്നിരത്താം, അത് അവസാനിക്കില്ല. നടു മാത്രം കൊത്തി പറക്കുക. എത്രത്തോളം മുകളിലേക്ക് പറക്കണോ അത്രത്തോളം വാസുവിക്ക് നീളം കൂടി വരിക. വാലും തലയും നിരത്ത്. അവസാനം പറന്ന് ക്ഷീണിച്ചവശനായിട്ട് സർപ്പത്തിനെ അവിടെ തന്നെ ഇട്ട് വന്ന് ഭഗവാന്റെ അവിടെ വന്നു. അപ്പൊ പിന്നെ ആ ധാർഷ്ട്യമൊക്കെ പോയി, തലയൊക്കെ കുനിച്ചിങ്ങനെ നിൽക്കുകയാണ്. എവിടെ വാസുകി? വാസുകി എവിടെ? പാതാളത്തിൽ തന്നെ. പറയണം, തെറ്റ് മനസ്സിലാക്കിയിട്ട് തെറ്റ് സമ്മതിക്കുകയാണ്. അപ്പൊ പിന്നെ ഭഗവാൻ എന്താ ചെയ്തേ? അവിടെ തന്നെ ഇരുന്നിട്ട് ആ ഇരുന്നിരിപ്പില് പാതാളത്തിൽ കയ്യാണ് നീട്ടി വാസുകിയെ ചുരുട്ടി, ഇത്രയേ ഉള്ളൂ. ആകെ എടുത്തുകൊണ്ട് കൊണ്ടുപോകും കയ്യിരുന്നോടത്ത് ഇരുന്നിട്ട്. അതാ എവിടെയാണോ നമ്മൾ ഈ ഭഗവാന്റെ മുമ്പിൽ അഹങ്കാരം കാണിക്കുന്നത്, ഭക്തനായിട്ടൊന്നും കാര്യമില്ല. അഹങ്കാരം നമ്മൾ പോകാൻ വളരെ വിഷമമാണ്. അതൊരിക്കലും കാണിക്കാൻ പാടില്ല. ഗുരുനാഥന്റെ അടുത്ത് അഹങ്കാരം കാണിക്കാൻ പാടില്ല, രാജാവിന്റെ അടുത്ത് അഹങ്കാരം കാണിക്കാൻ പാടില്ല, ഭഗവാന്റെ അടുത്ത് അഹങ്കാരം കാണിക്കാൻ പാടില്ല. ആരുടെ അടുത്തും പാടില്ല, ഇത് പ്രത്യേകിച്ച് പാടില്ല. ഇവരെയൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മൾ വെറുകയോടെ പോകാനും പാടില്ല. ഭഗവാനെ കാണാൻ പോകുമ്പോൾ വെറുകയോടെ പോകാൻ പാടില്ല. അതാണല്ലോ കുചേലൻ അവിൽപ്പൊരി കൈ പിടിച്ചത്. വെറുതെ പോകാൻ പാടില്ല. സതീർത്ഥ്യനാണെങ്കിലും ആരാണ്? ശ്രീകൃഷ്ണനാണ്. അതാണ് അവിലിന്റെ പൊരി ചുരുട്ടി കയ്യെ പിടിച്ച്, അല്ലേ? അത് ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്യും. അതിൽ കല്ലുണ്ടോ പേളമുണ്ടോ കമ്പുണ്ടോ എന്ന് നോക്കില്ല, അതങ്ങനെ വായുവായാണ്. അതുമാതിരി ഗുരുനാഥനെ കാണാൻ പോകുമ്പോൾ വെറുതെ പോയിട്ട് കാണല്ല, എന്തെങ്കിലും പാദത്തിൽ അർപ്പിക്കണം കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്ത് നമസ്കരിച്ചിട്ടേ പോരാൻ പാടുള്ളൂ. രാജാവിനെ കാണാൻ പോകുമ്പോഴും വെറും കൈയോട് പോകാൻ പാടില്ല. രാജാവിന് നമ്മളൊന്നും ആവശ്യമുണ്ടായിട്ടല്ല, വെറും കൈയോടെ പോകാൻ പാടില്ല. പൂജയാണ്, അല്ലാതെ കൈമണി കൊടുക്കുന്നതല്ല. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചവും വ്യൂഢം ധ്രുവദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. ധീമാനായിരിക്കുന്ന അങ്ങയുടെ ശിഷ്യനാൽ ദൃഷ്ടദ്യുമ്നനാൽ വ്യൂഢം ചമച്ചതായ ഈ പാണ്ഡവ സൈന്യശേഖരത്തെ കണ്ടാലും എന്നായിട്ട് ദ്രോണാചാര്യരുടെ അടുത്ത് ദുര്യോധനൻ പറയാണ്. അങ്ങനെ പറഞ്ഞതായിട്ട് സഞ്ജയൻ ധൃതരാഷ്ട്രോട് പറയുന്നതാണ് പ്രകൃതം.